ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ, ഫോറിയർ സൈൻ ഇന്റഗ്രൽ, ഫോറിയർ ഇന്റഗ്രൽ. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില എക്സാമ്പിൾസ് കൂടി നോക്കാം. ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് integral 0 to infinity sin pi w by 2 divided by 1 minus w square into cos xw dw is equal to pi by 2 cos x if mod x less than or equal to pi by 2 and 0 if mod x greater than pi. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങളിൽ ആ ഇന്റഗ്രലിൽ വന്നിരിക്കുന്ന ഇന്റഗ്രേഷനകത്ത് വന്നിരിക്കുന്ന ഫംഗ്ഷൻ ശ്രദ്ധിച്ചാൽ അതിൽ എക്സ് എന്ന വേരിയബിളിൽ കോസ് എക്സ് ഡബ്ല്യു എന്നോ സൈൻ എക്സ് ഡബ്ല്യു എന്നോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉണ്ടാവും. രണ്ടും കൂടെ വരുന്നത് തീർച്ചയായിട്ടും ഇപ്പുറത്ത് വലത് സൈഡിൽ വന്നിരിക്കുന്ന ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആകുമ്പോഴാണ്. 0 ടു ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഉറപ്പായും കോസ് എക്സ് ഡബ്ല്യുവോ സൈൻ എക്സ് ഡബ്ല്യുവോ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ക്വസ്റ്റ്യൻസിൽ തന്നെ ചിലപ്പോൾ കോസ് എക്സ് ഡബ്ല്യു മാത്രമേ വരൂ ഈ ചോദ്യം പോലെ. അങ്ങനെ വരുന്നത് ഇത് ഈവൻ ഫംഗ്ഷൻ ഒക്കെ ആകുമ്പോഴാണ്, ഈവൻ ഫംഗ്ഷൻ വരുമ്പോഴാണ്. ഓഡ് ഫംഗ്ഷൻ വരുമ്പം ആ സൈൻ എക്സ് ഡബ്ല്യു മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ചോദ്യങ്ങളിൽ ഈ കോസ് എക്സ് ഡബ്ല്യു സൈൻ എക്സ് ഡബ്ല്യു എന്നിവരെ കാണുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുക. ലെറ്റ് f of x is equal to pi by 2 cos x if mod x less than or equal to pi by 2 and 0 if mod x greater than pi by 2. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ റൈറ്റ് സൈഡ് 0 ടു ഇൻഫിനിറ്റി ആണോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണോ. 0 ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഫോറിയർ സൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ഏതാണോ അവിടെ സ്യൂട്ടബിൾ അത് വെച്ച് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഫോറിയർ ഇന്റഗ്രൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും വന്നാൽ നമുക്ക് വീണ്ടും തിയറി സൈൻ ഇന്റഗ്രലിലേക്കും കൊസൈൻ ഇന്റഗ്രലിലേക്കും ചുരുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിലാണ് ഈ ഫംഗ്ഷൻ തന്നേക്കുന്നത്. മൈനസ് പൈ ബൈ 2 മുതൽ പൈ ബൈ 2 വരെ ഫംഗ്ഷന്റെ വാല്യൂ പൈ ബൈ 2 കോസ് എക്സ് എന്നാണ്. പൈ ബൈ 2വിനേക്കാൾ ഗ്രേറ്റർ ആകുന്ന ഭാഗത്ത് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. മൈനസ് പൈ ബൈ 2വിനേക്കാൾ ലെസ് ആകുന്ന ഭാഗത്തും ബാക്കിയുള്ളിടത്ത് രണ്ടിടത്തും 0 ആണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ഒക്കെ വേണ്ടുന്നത് മൈനസ് പൈ ബൈ 2വിനും പൈ ബൈ 2വിനും ഇടയ്ക്കാണ്. അത് മൈനസ് എൽ ടു എൽ എന്ന ടൈപ്പാണ്. വന്നിരിക്കുന്ന ഫംഗ്ഷൻ കൊസൈൻ ഫംഗ്ഷൻ പൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് എന്നാണ്. കോസ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഈവൻ ഫംഗ്ഷന്റെ തിയറി വെച്ച് ചെയ്യാം. ജനറൽ തിയറിയിലോട്ട് പോകണ്ട, ഈവൻ ഫംഗ്ഷന്റെ തിയറി വെച്ച് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ പറയുക, ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ ഈ ഫംഗ്ഷന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിൽ കോസ് എക്സ് ഡബ്ല്യു മാത്രമേ കാണത്തുള്ളൂ, സൈൻ എക്സ് ഡബ്ല്യു ഉണ്ടാവില്ല. therefore f of x is equal to integral 0 to infinity a of w into cos xw dw. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിലെ ലെഫ്റ്റ് സൈഡിൽ വന്നേക്കുന്ന ഇന്റഗ്രലിൽ നമ്മൾ സൈൻ എക്സ് ഡബ്ല്യു കാണാത്തത്. ഇതിനകത്ത് കോസ് എക്സ് ഡബ്ല്യു മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൂടെ നോക്കി നിങ്ങൾക്ക് ഇത് ഉറപ്പാക്കാൻ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. ഇതിന് എ ഓഫ് ഡബ്ല്യു കാണാം, ഈവൻ ഫംഗ്ഷന്റെ തിയറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ 1/π ഇൻറ്റു എന്ന് എഴുതുവാണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് എഴുതേണ്ടി വരും. എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം. 0 ടു ഇൻഫിനിറ്റിയിലാക്കി നമ്മൾ ഇന്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റിയിലാക്കി കഴിഞ്ഞു. അത് തന്നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 0 ടു പൈ ബൈ 2 എന്നും പൈ ബൈ 2 ടു ഇൻഫിനിറ്റി എന്നും. പൈ ബൈ 2 ടു ഇൻഫിനിറ്റി ഒഴിവാക്കാം, അവിടെ 0 ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ 0 ടു പൈ ബൈ 2 മതി, ബാക്കി കളയാം. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2. ഈ 0 ടു പൈ ബൈ 2വിൽ എന്തോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ തന്നേക്കുന്നത് പൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് എന്ന ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ്. ആ ഇന്റഗ്രേഷൻ അകത്തുള്ള പൈ ബൈ 2ഉം പുറത്തുള്ള 2/πയും കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കി ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ്. ഇതിപ്പോൾ കോസ് ഇൻറ്റു കോസ് എന്ന ഫോമാണ്. അപ്പോൾ നമ്മൾ കോസ് എ കോസ് ബി എന്ന ഫോർമുല യൂസ് ചെയ്യണം. നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്.
കോസ് എ കോസ് ബി. ഫോർമുല 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഇവിടെ ഞാൻ എ ആയിട്ട് എക്സ് എടുക്കുന്നു. തിരിച്ചെഴുതണമെന്നില്ല. ഡബ്ല്യു എക്സ് ആദ്യവും എക്സ് രണ്ടാമതും അങ്ങനെ ആക്കണ്ട, ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എ ആയിട്ട് എക്സും ബി ആയിട്ട് ഡബ്ല്യു എക്സ് എടുക്കുക. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഫോർമുല ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി എന്നല്ലേ. അപ്പോൾ എക്സ് പ്ലസ് ഡബ്ല്യു എക്സ് എന്ന് വരും. അതിൽ എക്സ് കോമൺ ആയിട്ട് മാറ്റിയാൽ 1 + w ഇൻറ്റു എക്സ് എന്ന് വരും. അങ്ങനെ എഴുതാം. കോസ് ഓഫ് 1 + w ഇൻറ്റു എക്സ്. അതിൻ്റെ ഇടയ്ക്ക് പ്ലസ് ആണ്, പ്ലസ് കോസ് തന്നെ, കോസ് ഓഫ് ഇവരുടെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ എക്സ് മൈനസ് ഡബ്ല്യു എക്സ് എന്ന് വരും. 1 മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് എന്ന് വരും ഇൻറ്റു ഡി എക്സ്. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോസ് എ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എ എക്സ് ബൈ എ എന്ന ഫോർമുല വെച്ച് ചെയ്യാം. 1/2 പുറത്തെടുക്കാം. കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ കോസ് 1 + w x ആയതുകൊണ്ട് സൈൻ 1 + w x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 + w പ്ലസ് കോസ് 1 മൈനസ് ഡബ്ല്യുവിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 1 മൈനസ് ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡബ്ല്യു ഫ്രം 0 to π/2. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം അപ്പർ ലിമിറ്റ് π/2 ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈൻ 1 + w ഇൻറ്റു π/2 ഡിവൈഡഡ് ബൈ 1 + w പ്ലസ് സൈൻ 1 മൈനസ് ഡബ്ല്യു ഇൻറ്റു π/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡബ്ല്യു. ഇത്രയും അപ്പർ ലിമിറ്റ്. മൈനസ് ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പം സൈൻ 1 + w ഇൻറ്റു 0 എന്നല്ലേ. അത് സൈൻ 0 ആണ്. സൈൻ 0യുടെ വാല്യൂ 0 പ്ലസ് അതുപോലെ രണ്ടാമത്തെ ടൈം 0 ആകും. സൈൻ 1 മൈനസ് ഡബ്ല്യു ഇൻറ്റു 0 അതും സൈൻ 0 ആണ്, 0 ഈക്വൽസ്. ഇനി ഇത് അല്പം സിംപ്ലിഫൈ ഉണ്ട്. ഈ സൈൻ 1 + w ഇൻറ്റു π/2 ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സൈൻ 1 + w ഇൻറ്റു π/2, π/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π/2 പ്ലസ് π/2 w എന്നാകും. ഇത് സൈൻ 90 പ്ലസ് തീറ്റ എന്ന ഫോമാണ്. സൈൻ 90 പ്ലസ് തീറ്റയ്ക്ക് നേരെ ഫോർമുലയുണ്ട്. സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റയാണ്. കാരണം 90 പ്ലസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ്. പിന്നെ 90 പ്ലസ് 90 മൈനസ് പറയുമ്പോൾ ഫംഗ്ഷൻ അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആയിട്ട് മാറും. സൈൻ കോസ് ആയിട്ട് മാറും, കോസ് സൈൻ ആയിട്ട് മാറും, കോസ് തീറ്റ. ഇങ്ങനെ ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ സൈൻ 90 സൈൻ എ പ്ലസ് ബിയുടെ ഡയറക്റ്റ് ഫോർമുല ഉണ്ടല്ലോ. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇതൊക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ സൈൻ 90 കോസ് തീറ്റ പ്ലസ് കോസ് 90 സൈൻ തീറ്റ എന്ന് എഴുതാം. കോസ് 90 0 ആയതുകൊണ്ട് ഈ രണ്ടാമത്തെ ടൈം അങ്ങ് പോകും. സൈൻ 90 1 ആണ്. അങ്ങനെ 1 ഇൻറ്റു കോസ് തീറ്റ എന്ന് തന്നെ കിട്ടും, കോസ് തീറ്റ. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി അറിയുക. സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഇതെന്ത് വരും? സൈൻ π/2 പ്ലസ് π/2 w എന്നുള്ളത് കോസ് തീറ്റ എന്ന് പറഞ്ഞ ഇവിടെ π/2 w. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതാം. കോസ് π/2 w ബൈ 1 + w പ്ലസ് അടുത്ത ടേം ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാം. അത് സൈൻ 1 മൈനസ് w ഇൻറ്റു π/2 എന്നാ. π/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം സൈൻ π/2 മൈനസ് π/2 w എന്ന് വരും. ഇത് സൈൻ 90 മൈനസ് തീറ്റ എന്ന ഫോമാണ്. 90 മൈനസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റാ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ഫംഗ്ഷനും പോസിറ്റീവാ. അതുകൊണ്ട് ഏറ്റവും എളുപ്പം ഓർക്കാൻ സൈൻ 90 മൈനസ് തീറ്റ അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കോസ് തീറ്റ. 90 ആയതുകൊണ്ട് സൈൻ കോസ് ആയിട്ട് മാറും, കോസ് തീറ്റ. ഇല്ലെങ്കിൽ സൈൻ എ മൈനസ് ബിയുടെ ഫോർമുല ഉപയോഗിക്കുക. സൈൻ എ മൈനസ് ബിയുടെ ഫോർമുല സൈൻ എ കോസ് ബി മൈനസ് കോസ് എ
സൈൻ ബി, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ സൈൻ 90 0 ആയി പോകും, അങ്ങനെ സെക്കൻഡ് ടൈം പോകും. ഫസ്റ്റ് ടൈമിൽ സൈൻ 91 ആയതുകൊണ്ട് അത് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സൈൻ 90 മൈനസ് തീറ്റ എന്ന ഫോമാണ്. അത് പ്രകാരം സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ്, ഇവിടെ തീറ്റ ആയിട്ട് വന്നേക്കുന്നത് π/2 w. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കോസ് π/2 w ബൈ 1 മൈനസ് w. ഈ കോസ് π/2 w എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൽ പോയി നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലെ ആ ഇന്റഗ്രലിനകത്ത് ഇതുണ്ടാവും. സൈൻ π/2 w അല്ലെങ്കിൽ സൈൻ πw/2 എന്ന ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് നോക്കാവുന്നതാണ് ചെയ്യുന്നത് ശരിയാണോ എന്ന്. ദിസ് ഈസ് ഈക്വൽ ടു, ഇതിൽ നമുക്ക് ആ കോസ് π/2 w ഇനി പുറത്തേക്ക് എടുക്കാം. രണ്ട് ടേമിലും ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് ഇനി പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ബാക്കി സിംപ്ലിഫൈ ചെയ്യാം. ബാക്കി 1/1 പ്ലസ് w പ്ലസ് 1/1 മൈനസ് w എന്ന് വരും. ഇനി നമുക്കത് ആഡ് ചെയ്യാം, LCM വെച്ച് ആഡ് ചെയ്യാം. 1/2 ഇൻറ്റു കോസ് ഓഫ് π/2 w ഇൻറ്റു ഡിനോമിനേറ്ററുകളുടെ പ്രോഡക്റ്റ് 1 പ്ലസ് w ഇൻറ്റു 1 മൈനസ് w. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് w പ്ലസ് പുറത്തേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 പ്ലസ് w ഇൻറ്റു 1 പ്ലസ് w. അപ്പോൾ അതിൽ മൈനസ് w പ്ലസ് w ക്യാൻസൽ ആവും. ബാക്കി ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 എന്നുള്ളത് 2 എന്നാവും. 2 ബൈ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് w ഇൻറ്റു 1 മൈനസ് w മൾട്ടിപ്ലൈ ചെയ്യാം. അത് 1 സ്ക്വയർ മൈനസ് w സ്ക്വയർ. ഇത് നമ്മുടെ ക്വസ്റ്റിനകത്ത് കാണും. ഈ 1 മൈനസ് w സ്ക്വയർ എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ആ ഇന്റഗ്രൽ പോയി നോക്കിയാൽ ഡിനോമിനേറ്ററിലായിട്ട് അത് കാണും. 1 മൈനസ് w സ്ക്വയർ ഈക്വൽസ്. ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യനിലൂടെ ശ്രദ്ധിക്കുക, പ്രൂവ് തരത്തിലുള്ള ക്വസ്റ്റ്യനിലൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെയ്തത് ശരിയാണോ എന്ന് അറിയാം. 2 ക്യാൻസൽ ആകുന്നു. ബാക്കി കോസ് π/2 w ഡിവൈഡഡ് ബൈ 1 മൈനസ് w സ്ക്വയർ. ഇതാണ് നമ്മളുടെ a of w ന്റെ വാല്യൂ. Therefore f of x ഈക്വൽസ് എന്തുവായിരുന്നു ഫോർമുല? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി a of w ഇൻറ്റു cos xw dw is equal to ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി a of w ന് വാല്യൂ ഇട്ട് കൊടുക്കുക. cos π/2 w ഡിവൈഡഡ് ബൈ 1 മൈനസ് w സ്ക്വയർ ഇൻറ്റു cos xw dw. Therefore തിരിച്ചെഴുതാം. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി cos π/2 w divided by 1 minus w square into cos xw dw is equal to f of x എന്നാണ്. f of x ന് നമുക്ക് ആ ക്വസ്റ്റിന് തന്നേക്കുന്ന അല്ലെ നമ്മൾ f of x എന്ന് വിളിച്ച ഫംഗ്ഷൻ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. π/2 cos x if mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തന്നെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നതാണല്ലോ. അപ്പൊ നമ്മൾ നിങ്ങൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒന്നും നോക്കേണ്ട കാര്യമില്ല, അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ആൻഡ് 0 ഇഫ് mod x ഗ്രേറ്റർ ദാൻ π/2. ഈ π/2വിലെയും മൈനസ് π/2വിലെയും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നിങ്ങൾ നോക്കിയാൽ ഈക്വൽ ആയിരിക്കും വരുന്നത്. രണ്ട് 0 തന്നെ വരുന്നത്. നിങ്ങൾ ഇതിനകത്ത് എക്സിന് π/2 കൊടുത്താൽ cos 90 എന്നല്ലേ, cos π/2 0 ഇവിടെയും 0 ലെഫ്റ്റ്. ഈ π/2വിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഫംഗ്ഷന്റെ വാല്യൂ 0 അവരുടെ ആവറേജ് 0 തന്നെ. അത് നോക്കേണ്ട കാര്യമില്ല, അതൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ വരുമ്പോൾ ആ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ തിയറി വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ജനറൽ തിയറി വെച്ച് വേണമെങ്കിലും ചെയ്യാം. എക്സാമ്പിൾ 2 നോക്കുക. ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി sin πw into sin xw divided by 1 minus w square into dw is equal to π/2 sin x if 0 less than or equal to x less than or equal to pi and 0 if x greater than pi.
നമ്മളിപ്പോൾ ചെയ്ത അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ π/2 sin x ആണ്. -∞ to ഇൻഫിനിറ്റി അല്ല, അതാണ് പ്രധാന മാറ്റം ശ്രദ്ധിക്കേണ്ടത്. 0 to ഇൻഫിനിറ്റി ആണിത്, 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് നമ്മൾ ജനറൽ തിയറി വെച്ചല്ല ചെയ്യേണ്ടത്. 0 to ഇൻഫിനിറ്റി ആവുമ്പം ഫോറിയർ സൈൻ ഇന്റഗ്രലോ ഫോറിയർ കൊസൈൻ ഇന്റഗ്രലോ ആണ് യൂസ് ചെയ്യേണ്ടത്. അതേതാന്ന് അറിയാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നോക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ വന്നേക്കുന്ന ഇന്റഗ്രലിനകത്ത് cos xw അല്ലെങ്കിൽ sin xw ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ. ഏത് വേണേലും ആകാം, ഏതെങ്കിലും ഒന്നേ കാണുകയുള്ളൂ. ഇവിടെ sin xw ആണ്. sin xw ആകുമ്പം ഫോറിയർ സൈൻ ഇന്റഗ്രൽ വെച്ച് ചെയ്യണം, b of w വെച്ച് വേണം ചെയ്യാൻ. ഫംഗ്ഷനെ f of x എന്ന് വിളിക്കുക. f of x ഈക്വൽസ് π/2 sin x if 0 less than or equal to x less than or equal to pi and 0 if x greater than pi. മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഈക്വൽ സൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് വേണമെങ്കിലും എഴുതാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എഴുതുമ്പോൾ പക്ഷേ പിന്നെ നമ്മൾ 0യിലെ വിലയും പൈയിലെ വിലയും ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റിൻ്റെ ആവറേജ് എടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അത് ഈക്വൽസ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് കൊണ്ട് നമ്മളത് നോക്കേണ്ട കാര്യമില്ല. ആ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വെച്ചുള്ള ആവറേജ് വാല്യൂവിനോട് അത് ഈക്വൽ ആയിരിക്കും, അതുകൊണ്ടാണ് ആ ഈക്വൽ സൈൻ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 0 to ഇൻഫിനിറ്റിയാണ് തന്നേക്കുന്നത്. ആൻസറിൽ വേണ്ടുന്നത് sin xw ആണ്, sin xw ആണ്. ആയതുകൊണ്ട് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഉപയോഗിക്കുക. ദ ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഒരേ എഫക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സൈൻ ഇന്റഗ്രൽ ഉണ്ടാക്കാൻ പറ്റും, കൊസൈൻ ഇന്റഗ്രൽ ഉണ്ടാക്കാൻ പറ്റും. 0 to ഇൻഫിനിറ്റിയിലാകുമ്പോൾ ദ ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഈസ് f of x equals integral 0 to infinity b of w into sin xw dw, where b of w is equal to 2 by pi integral 0 to infinity f of x into sin wx into dx. ഇനി അത് ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം. 0 to പൈ എന്നും പിന്നെ പൈ ടു ഇൻഫിനിറ്റിയും. പൈ ടു ഇൻഫിനിറ്റി ഒഴിവാക്കാം 0 ആയതുകൊണ്ട്. അപ്പോൾ 0 to പൈയിൽ ഇൻ്റഗ്രേഷൻ മതി. 2 by pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കാം. π/2 sin x ഇൻറ്റു sin wx dx. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, സൈൻ ഫംഗ്ഷനിലോട്ട് മാറിയ എന്ന വ്യത്യാസമാണുള്ളത്. ആ ഇൻ്റഗ്രേഷന് പുറത്ത് 2 by പൈയും അകത്തുള്ള π/2 ക്യാൻസൽ ആകുന്നു. ബാക്കി ഇൻ്റഗ്രൽ 0 to π/2 തിരിച്ചെഴുതണ്ട, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. sin x sin wx dx. ഇവിടെ നമുക്ക് വേണ്ടുന്ന ഫോർമുല സൈൻ ഇൻറ്റു സൈൻ എന്നാ. അപ്പോൾ സൈൻ എ സൈൻ ബിയുടെ ഫോർമുലയാണ്. രണ്ടും കോസ് വന്നതാണ് നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തത്, ഇത് രണ്ട് സൈൻ. അപ്പോഴും തൊട്ടുമുമ്പത്തെ ഫോർമുല പോലെയാണ് 1/2 ഇൻറ്റു കോസ്. ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം എ മൈനസ് ബി, ദെൻ മൈനസ് കോസ് എ പ്ലസ് ബി. കോസ് എ കോസ് ബിയിൽ നിന്ന് വ്യത്യസ്തമാണ്. സൈൻ എ സൈൻ ബി വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ ഫോർമുലയിലുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി എന്നല്ല, ഈ ഒരു ഫോർമുല മാത്രം ആദ്യം എ മൈനസ് ബി ആണ് വരുന്നത്. കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇതിലേക്ക് എക്ക് പകരം എക്സ്, ബിക്ക് പകരം ഡബ്ല്യു എക്സ് ഇട്ട് കൊടുത്ത് ചെയ്യുക. ഈക്വൽ ഇൻ്റഗ്രൽ 0 to π/2 ഇല്ല, പൈയേ ഉള്ളൂ. മുകളിൽ എഴുതിയപ്പോൾ π/2 എന്ന് എഴുതിയത് 0 to പൈ ആണ്. കഴിഞ്ഞ യോഗത്തിലായിരുന്നു π/2. 0 to പൈയും പൈ ടു ഇൻഫിനിറ്റി എന്നുമായിരുന്നു. 0 to പൈ ആയിരുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 0 to പൈ 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി, എക്സ് മൈനസ് ഡബ്ല്യു എക്സ് എന്നാണ്, അത് നമുക്ക് 1 മൈനസ് ഡബ്ല്യു എക്സ് എന്ന് എഴുതാം. മൈനസ് കോസ് എ പ്ലസ് ബി എന്നുള്ളത് എക്സ് പ്ലസ് ഡബ്ല്യു എക്സ് എന്നത് 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. ബാക്കിയൊക്കെ മുമ്പേ ചെയ്ത പോലെ തന്നെ കോസിൻ്റെ ഇൻ്റഗ്രലാണ്. 1/2 പുറത്തെടുക്കാം. കോസിൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവ് സൈൻ
നെഗറ്റീവ് സൈൻ അല്ല, കോസിന്റെ ഇന്റഗ്രൽ സൈൻ, നെഗറ്റീവ് ഇല്ലല്ലോ, സൈൻ 1 മൈനസ് ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡബ്ല്യു മൈനസ് കോസ് 1 പ്ലസ് ഡബ്ല്യു എക്സിന്റെ ഇന്റഗ്രൽ സൈൻ 1 പ്ലസ് ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു ഫ്രം 0 ടു പൈ ആണ്. കഴിഞ്ഞ വിധത്തിൽ π/2 ആയിരുന്നു, ഇത് 0 ടു പൈ ആണ്. ഈക്വൽസ് 1/2 ഇൻറ്റു സൈൻ 1 മൈനസ് ഡബ്ല്യു ഇൻറ്റു പൈ. ഇത് പൈയുടെ മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കല്ലേ, നമ്മൾ n ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ n/n+1 പൈ എന്നൊക്കെ വരുമ്പം പൈയുടെ മൾട്ടിപ്പിൾ ആണ്. സൈൻ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണെന്ന് നേരെ എഴുതും. ഇത് w എന്ന് പറഞ്ഞാൽ ഇന്റിജർ അല്ല, ഇന്റിജർ മൾട്ടിപ്പിൾ അല്ല, ഇത് പൈയുടെ ഇന്റിജർ മൾട്ടിപ്പിൾ വന്നാലേ 0 ഉള്ളൂ. w എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്, n പോലെ അല്ല. n പൈ എന്ന് വന്നാൽ നമുക്ക് 0 എഴുതാം, n+1 പൈ എന്നും 1 മൈനസ് n പൈ എന്നും ഒക്കെ വന്നാൽ. ഇതങ്ങനെ എഴുതാൻ പറ്റില്ല, ഇത് റിയൽ നമ്പറാണ് ആ w എന്ന് പറയുന്നത്, തെറ്റിക്കരുത്. മൈനസ് സൈൻ അവിടെ അതുപോലെ 1 പ്ലസ് ഡബ്ല്യു പൈ. നമ്മൾ മുമ്പ് n പൈ ടൈപ്പ് ചെയ്യുമ്പോൾ 0 ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അബദ്ധം പറ്റാം. നിങ്ങളിത് പൈയുടെ മൾട്ടിപ്പിളിൽ സൈൻ ഫംഗ്ഷൻ 0 എന്ന് പഠിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അറിയാതെ 0 എന്ന് എഴുതി പോകും, തെറ്റരുത്. പൈയുടെ ഇന്റിജർ മൾട്ടിപ്പിളിലാണ് 0 ആവുന്നത്. മൈനസ് ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പം സൈൻ 0 എന്നാണ് വരുന്നത്, സൈൻ 0 0 ആണ്. മൈനസ് രണ്ടാമത്തെ ടൈമും സൈൻ 0 എന്നാണ് വരുന്നത്, അത് 0 ആണ്. ഈക്വൽസ് ഇനി നമുക്ക് ആ ന്യൂമറേറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. 1/2 ഇൻറ്റു സൈൻ ആ പൈ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ മൈനസ് πw എന്ന് വരും. ഇത് സൈൻ 180 മൈനസ് തീറ്റ, പൈ എന്ന് വെച്ചാൽ 180 അല്ലേ, സൈൻ 180 മൈനസ് തീറ്റ എന്ന ഫോമാണ്. സൈൻ 180 മൈനസ് തീറ്റ, 180 വരുമ്പോൾ ഫംഗ്ഷൻ മാറില്ല, സൈൻ തന്നെ ആയിരിക്കും. 180 മൈനസ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ 180 ഡിഗ്രി. 180 മൈനസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് സൈൻ തീറ്റ. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ. അതല്ലെങ്കിൽ സൈൻ a മൈനസ് ബിയുടെ ഫോർമുല ഉപയോഗിക്കുക, സൈൻ a കോസ് ബി മൈനസ് കോസ് a സൈൻ ബി. സൈൻ 180 0 ആണ്, അപ്പൊ ഈ ഫസ്റ്റ് ടൈം 0 ആയി പോകും. കോസ് 180യുടെ വാല്യൂ -1 ആണ്. അങ്ങനെ ഈ -1 എന്നുള്ളത് +1 ഇൻറ്റു സൈൻ തീറ്റ എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ അത് സൈൻ 180 മൈനസ് πw എന്നാണ്, അത് സൈൻ πw എന്നാകും, സൈൻ πw. ആദ്യത്തെ ന്യൂമറേറ്റർ സൈൻ πw എന്നാകും, സൈൻ πw ഡിവൈഡഡ് ബൈ 1 മൈനസ് w മൈനസ്. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ന്യൂമറേറ്ററും കാണാം, അത് സൈൻ പൈ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ പ്ലസ് πw എന്നാണ്, 1 പ്ലസ് w പൈ എന്നാണ്, അപ്പോൾ അത് പൈ പ്ലസ് πw എന്നാകും. ഇത് സൈൻ 180 പ്ലസ് തീറ്റ എന്നാണ്. 180 പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റ്, 180 മൈനസ് സെക്കൻഡ് ആണ്, 180 പ്ലസ് തേർഡ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സൈൻ തീറ്റ എന്നാകും. ഫംഗ്ഷൻ മാറില്ല, 180 വരുമ്പോൾ ഫംഗ്ഷൻ മാറില്ല. 90ലും 270ലുമാണ് ഫംഗ്ഷൻ മാറുന്നത് കോ ഫംഗ്ഷൻ ആയിട്ട്, നെഗറ്റീവ് സൈൻ തീറ്റ. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി സൈൻ a പ്ലസ് ബി ഫോമാ, സൈൻ a കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ 180 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം അങ്ങ് പോകും. സെക്കൻഡ് ടൈമിൽ കോസ് 180 -1 ആണ്, അങ്ങനെ പ്ലസ് -1 ഇൻറ്റു സൈൻ തീറ്റ എന്നുള്ളത് നെഗറ്റീവ് സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് സൈൻ തീറ്റ ആയിട്ട് πw ആണ്, നെഗറ്റീവ് സൈൻ πw. രണ്ടാമത്തെ ന്യൂമറേറ്റർ നെഗറ്റീവ് സൈൻ πw എന്നാണ്, അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആകും, പോസിറ്റീവ് സൈൻ πw ബൈ 1 പ്ലസ് w. ഇനി നമുക്ക് അതിൽ നിന്ന് രണ്ടിൽ നിന്നൂടെ സൈൻ πw പുറത്തേക്ക് എടുക്കാം കോമൺ ആയിട്ട്. 1/2 ഇൻറ്റു സൈൻ πw ഇൻറ്റു ബാക്കി 1/1 മൈനസ് w പ്ലസ് 1/1 പ്ലസ് w. ഇത് തന്നെയാണ് നമ്മൾ മുമ്പ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത്. അത് ആഡ് ചെയ്യാം.
അപ്പോൾ ഡിനോമിനേറ്റർ 1 മൈനസ് ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു, ന്യൂമറേറ്റർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ഡബ്ല്യു പ്ലസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് ഡബ്ല്യു, പ്ലസ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു ക്യാൻസൽ ആകുന്നു. ബാക്കി ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 2 ബൈ ഡിനോമിനേറ്റർ 1 സ്ക്വയർ മൈനസ് ഡബ്ല്യു സ്ക്വയർ, ഇവിടെ 2 ക്യാൻസൽ ആകുന്നു, ഇസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2 ഡബ്ല്യു എന്നില്ല, പൈ ഡബ്ല്യു, സൈൻ പൈ ഡബ്ല്യു, സൈൻ പൈ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡബ്ല്യു സ്ക്വയർ. Therefore, f of x is equal to integral 0 to infinity b of w into sin x w dw is equal to integral 0 to infinity, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, sin pi w divided by 1 minus w square into sin x w dw. ഇതിൽ എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ചെഴുതാം. ദിസ് ഇംപ്ലൈസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ പൈ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് പൈ ബൈ 2 സൈൻ എക്സ് ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ and 0 if x greater than pi. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇതായിരുന്നു പൈ ഡബ്ല്യു ഇൻറ്റു സൈൻ എക്സ്, മുകളിലോട്ട് കയറ്റി എഴുതാമല്ലോ, സൈൻ പൈ ഡബ്ല്യു ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു ഡി ഡബ്ല്യു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇതായിരുന്നു ഇന്റഗ്രൽ 0 ടു infinity sin pi w sin x w divided by 1 minus w square into dw.